കേരളത്തിൽ കുറെ പേർക്ക് അവർ വളരെ ഒന്നും വേണ്ടിയാ പറയാൻ ചെലവിന് കൊടുക്കാൻ പറയും. എന്തിന്? ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ആ ചെലവിന് കൊടുക്കണം. ഞാൻ അങ്ങനെ ആധാരം എഴുതി കൊടുത്തിട്ടുണ്ട്. രേണുസുതി എന്നോട് ഒന്നും നന്ദി കാണിക്കുകയും വേണ്ട, നന്ദികേടും കാണിക്കേണ്ട, നന്ദിയും കാണിക്കേണ്ട. എനിക്ക് അതിന് താല്പര്യം. ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയത് വരെ നിരത്ത് നിന്നിരുന്നുണ്ട്. കേട് കള്ളം പറഞ്ഞു, കേട് പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ ചുമന്ന പട്ടത്തിന് ഇത്രയും പെട്ടെന്ന് ലീക്ക് ഉണ്ടവിടെ. ഞാൻ എന്നിട്ട് ഇന്ന് വരെ ഞാൻ വേണ്ടിയില്ല. എന്താ എനിക്ക് ആ ഇതൊന്ന് തരട്ടെ, നിങ്ങളെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒന്ന് തരണം. നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ പേരും അഡ്രസ്സും ഇവിടെ വേണ്ടേ. ഇവനൊരു കാർഡ് വേണ്ട. ഇവന് 5 വയസ്സുള്ളൂ. എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. രേണുവിനെ പറഞ്ഞു, ഞങ്ങളെ പറഞ്ഞു. 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ആരവനെ സംരക്ഷിക്കും? ആര് സംരക്ഷിക്കും? മരണപ്പെട്ടിട്ടും അവിടെ പോലും ഒരു സമാധാനം കിട്ടാത്ത ഏക വ്യക്തി എന്ന് പറഞ്ഞ കൊല്ലം സുധി ആയിരിക്കാം. മരണപ്പെട്ടിട്ടും അദ്ദേഹത്തിന് ഒരു സ്വസ്ഥതയും അവിടെ പോലും ഇല്ല എന്നുള്ളതാണ്. ഈ 5 വയസ്സായ കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് ആരാ? അച്ഛനില്ലെങ്കിൽ അമ്മയാണ് നോക്കേണ്ടത്, അല്ല നാട്ടുകാരല്ല നോക്കേണ്ടത്. പിന്നെ ഇവരുടെ പാവത്തരം ഓർത്തിട്ടാണ് ആ ഫിറോസ് ആയാലും ആ സംഘടനയായാലും ഒക്കെ വീട് വെച്ച് നൽകിയത്. അതിന് ഇപ്പൊ അച്ഛനും മോളും കൂടി വന്നിട്ട് ഇത്രത്തോളം അങ്ങ് മെഴുകുവാണ്. അവർക്കാണ് ഇപ്പൊ കുറ്റങ്ങൾ മൊത്തം വന്നിരിക്കുന്നത്. എന്താ പറയാ, ഒരു എന്താ ഇങ്ങനൊക്കെ കാണിക്കുന്നത് കാരണം ഓരോരുത്തർക്കും ഒരു നന്മ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു കാലമായി വന്നിരിക്കുകയാണ് ഇപ്പൊ. ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് അച്ഛനും മകൾക്കും യാതൊരുവിധ ബുദ്ധി എന്ന് പറയുന്നത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബുദ്ധി ഉണ്ടായിരുന്നു എങ്കിൽ ഈ രീതിയിലൊന്നും വന്നിരുന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയത്തില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാജുദ് എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അതെല്ലാം ബാക്കി കാര്യങ്ങൾ ചെയ്തോണം. ഇനി അവിടെ മഴ നനഞ്ഞാലും ഒരു വരെ ഒന്നും വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് ആക്ഷേപം വന്നിട്ടുണ്ടെങ്കിൽ ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയത് വരെ നിരത്ത് വന്നു. കാരണം എൻ്റെ ഫോണിൽ ഇപ്പം കാണുകയല്ല, ഡിലീറ്റ് ചെയ്യാനായിട്ട് എനിക്കറിയത്തുമില്ല. അതങ്ങ് കടന്നോ, സേവ് ചെയ്യാനോ എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഫോൺ ഞാൻ എവിടെ വേണേലും കൊണ്ട് ഹാജരാക്കാം. ഫോണിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുമല്ലോ. അല്ല, ഈ വീട് പൊളിക്കുമെന്ന് പറഞ്ഞപ്പോ രേണുവിന്റെ ഒരു ഫേസ് ഒന്ന് നോക്കേണ്ടത് തന്നെയാണ്. ശരിക്കും അവിടുത്തെ പണിക്കാരനാണോ ഈ ഫിറോസ് എന്ന് പറയുന്നത്? വീട് വെച്ചു കൊടുത്തു, അവരുടെ ഒരു പാവത്തരം ഓർത്തിട്ട് വീട് വെച്ചു കൊടുത്തു. അപ്പൊ ആ ഒരു നന്ദിയാണ് അവരോട് കാണിക്കേണ്ടത്. അവിടെ വരുന്ന ഇപ്പൊ വീട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്ന അറ്റകുറ്റപ്പണികളൊക്കെ വീണ്ടും ഇവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാം എന്നാണ് ഈ രേണു കരുതിയിരിക്കുന്നത്. അതൊരിക്കലും ഇല്ല. അത് വീട് വെച്ച് കൊടുത്ത് എന്തെങ്കിലുമൊക്കെ പണികൾ അല്ലറ ചില്ലറ വരുന്നു എങ്കിൽ അത് ഇവര് തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് ഇനിയും ഫിറോസിനെ ബുദ്ധിമുട്ടിക്കുകയോ. ഇപ്പൊ രേണുവിന് അത്യാവശ്യം വരുമാനമുണ്ട്, ആൽബം വർക്കുണ്ട്, ഷൂട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രേണു സുധിക്ക് വരുന്നുണ്ട്. അത്യാവശ്യ വരുമാനവും ഉണ്ട്. അതൊക്കെ എന്തായാലും അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രേണുവിനെ കൊണ്ട് ഇപ്പൊ സാധിക്കും. അതിനും ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്ന് പറയുമ്പം അതൊക്കെ എന്താ ചെയ്യുന്ന? ഈ ഫിറോസ് എന്ന് പറഞ്ഞ രേണു സുധിയുടെ പണിക്കാരനാണോ? ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസ് ആണ് ഇന്നിരുന്നുണ്ട് കേട് കള്ളം പറഞ്ഞു, കേട് പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ ചുമന്ന ഇതൊന്നും പറഞ്ഞ അംഗീകരിക്കാൻ ജനങ്ങള് ചിലപ്പം രേണുവിനെ എതിരായിട്ടുള്ളവർ ചിലപ്പം അംഗീകരിക്കുമായിരിക്കും. ഞങ്ങൾക്ക് ദൈവത്തിന്റെ മുൻപാകെ സത്യം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതിന്റെ തിക്തഫലം ഈ ചെയ്യുന്നവർക്ക് കിട്ടുമെന്നും കൂടെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം. പിന്നെ ഈ വീട് വെച്ച് കൊടുത്തതിന് നന്ദി പറയുന്നതിന് പകരം ശരിക്കും അവർക്ക് വയറ് നിറച്ച് കുറ്റപ്പെടുത്തലുകളാണ് ഈ രേണുവും അച്ഛനായാലും അവരുടെ ഫാമിലി ആയാലും നൽകിക്കൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഭൂമി നൽകിയത്. ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അച്ഛനാണല്ലോ, ഒരു ഫാദർ ആണല്ലോ ഈ ഭൂമി നൽകിയത്. ആ അച്ഛനെ പോലും ഇവര് വെറുതെ വിടുന്നില്ല. ഒരിക്കൽ രേണുസുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ കാടിനുള്ളിലാണ് ഈ ഭൂമി നൽകിയത്, അവിടോട്ട് ആരും അയൽവാസികൾ ആരുമില്ല, നടന്നു വേണം അങ്ങോട്ട് പോവാന്. ശരിക്കും ഈ അച്ഛനോട് ചോദിക്കാനുള്ളത്, ഒന്നുമില്ലാതിരുന്ന സുധിക്ക് ഒരു ടൗണില് ഒരു 2 ഏക്കറിനകത്ത് ഒരു ഫ്ലാറ്റ് കെട്ടി കൊടുക്കുകയായിരുന്നെങ്കിൽ അച്ഛൻ ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ ഈ ഇച്ചിരി ഉള്ളില് ഇതുപോലൊരു വീട് വെക്കാൻ ഇത്രയും ഭൂമി ഒന്നും കൊടുത്തത് വളരെ തെറ്റായി പോയി. എനിക്കത് എന്തായാലും ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം രേണുസുധിക്ക് ഇല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ആരെങ്കിലും ഞാൻ പറയുന്നില്ല, എല്ലാ സ്പോൺസറും എല്ലാവരും പൈസ പിരിച്ചെന്ന് ഈ ഉണ്ടാക്കിയ ആള് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളൊന്ന് ഇത് കാണണം. ഞാനതിന് വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാം. തേപ്പ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭിത്തി ഇങ്ങനെ പല്ലിളിച്ച പോലെ ആയിരിക്കും മുഴുവൻ. അകം മാത്രമേ കുഴപ്പമുള്ളൂ. ഫ്രണ്ട് പിന്നെ ചോരുന്നെന്ന് പറഞ്ഞത് രേണു പറഞ്ഞത് ശരിയാണ്. കോൺക്രീറ്റിന്റെ ഭാഗത്തൊന്നും ചോരുന്നില്ല. അത് അവർക്ക് അറിയത്തില്ല അവിടെ കാണത്തില്ല. ഈ സിറ്റ് ഔട്ടിന്റെ നിങ്ങളെ ഞാൻ നാളെ കാണാം. ഈ സിറ്റ് ഔട്ടിന്റെ ബീമിന്റെ അടിഭാഗം വട്ടത്തിൽ ഇത്രയും പെട്ടെന്ന് ലീക്ക് ഉണ്ട് അവിടെ.
ഞാൻ എന്നിട്ട് ഇന്ന് വരെ ഞാൻ വേണ്ടിയില്ല. എന്താ എനിക്ക് ആ ഇതൊന്ന് തരട്ടെ, നിങ്ങളെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒന്ന് തരണം. നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ പേരും അഡ്രസ്സും ഇവിടെ വേണ്ടേ, ഇവനൊരു കാർഡ് വേണ്ട, ഇവന് 5 വയസ്സുള്ളൂ. എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. രേണുവിനെ പറഞ്ഞു, ഞങ്ങളെ പറഞ്ഞു, 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ആരവനെ സംരക്ഷിക്കും? ആര് സംരക്ഷിക്കും? കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് അവരുടെ അച്ഛനമ്മമാരാണ്. അല്ലാതെ ഈ വീട് വെച്ചു കൊടുത്തവരോ അല്ലെങ്കിൽ നാട്ടുകാരോ അല്ല മക്കളെ നോക്കേണ്ടത്. ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൂടി പറയാം. ഞങ്ങളെ നോക്കണ്ട. ഈ കുഞ്ഞിനെ ഓർത്തോ, ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ. കിച്ചു അവന് 21 വയസ്സായി. സുധി മരിക്കുമ്പോൾ 19 വയസ്സുണ്ട്. അവനിന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷന്. പറയുന്നില്ല അവൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? അവനെ ഞങ്ങൾ നാളെ പോകാം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും? ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകണം. ഈ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ താമസിക്കുന്ന രാജ്യം വാ. എനിക്കതേ പറയുള്ളൂ. ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയക്കാരുടെയും ഈ കുറെ യൂട്യൂബർമാരുടെയും ഈ വർത്താനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അതുകൊണ്ട് എന്താ പറയുന്നത്, സ്വർഗം പോലെ തുള്ളിച്ചാടുന്ന കുറെ പ്രിയപ്പെട്ടവരോട്ടെ അവരിങ്ങോട്ട് ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ, വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കാം. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? പറയണോ താനൊക്കെ പറ. അച്ഛനും മോളും ഇത്ര അഹങ്കാരത്തോടുകൂടി സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. ഈ വീട് അവർക്ക് വേണ്ടെങ്കിൽ അവിടുന്ന് മാറി വാടക വീട്ടിൽ പോയിട്ട് ഈ വീട് കിച്ചുവിന് കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. രേണു സുധി എന്ന് പറയുന്ന ഒരു കലാകാരിയുടെ 2 മുഖം, ഡബിൾ ഫേസ് ആണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. രേണു സുധിയുടെ ഫെയിമിന് വേണ്ടി, രേണു സുധിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ബിഷപ്പാകുന്ന എന്നെ കീറി മുറിച്ചു. അതൊരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ലത്. രേണു സുധിയോട് ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും? ഇത് കൊടുക്കണം, വാർത്തയിൽ കൊടുക്കണം. ഇത് രേണു സുധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരാറില്ല. രേണു സുധി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവര് വളരെ ഒന്നും വേണ്ടിയാ പറയാൻ ചെലവിന് കൊടുക്കാൻ പറയും. എന്തിന്? ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ആര് ചെലവിന് കൊടുക്കണം? ഞാൻ അങ്ങനെ ആധാരം എഴുതി കൊടുത്തിട്ടുണ്ട്. രേണു സുധി എന്നോട് ഒന്നും നന്ദി കാണിക്കുകയും വേണ്ട, നന്ദികേടും കാണിക്കേണ്ട, നന്ദിയും കാണിക്കേണ്ട. എനിക്ക് അതിന് താല്പര്യവും. അവരറിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ചോദിച്ചത്, അവരറിഞ്ഞു ചോദിപ്പിച്ചതാണ്. അതിനകത്ത് ഇനി എന്റെ മേൽ എന്ത് നടപടി വന്നാലും അവരറിഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. ബെഡ്റൂം ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്റെ കുഞ്ഞ് ഋതുല് കിടക്കുന്ന റൂം ചോരുന്നുണ്ടെന്ന് പറഞ്ഞു. മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻപിൽ നിന്ന മുഴുവൻ പേരെയും കരിവാരി പുരട്ടാൻ വേണ്ടി രേണുസുധി ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും. രേണുസുധിയുടെ സംസാരം വളരെ വേദനിപ്പിക്കുക ചെയ്യുന്നത്. ഇതൊരു അബദ്ധം പറ്റിയ പോലെ പറയാൻ കാര്യം അതാണ്. അവർ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നത്. അബദ്ധം പറ്റുന്നത്, അബദ്ധം വെച്ച ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാൾക്ക് ചെയ്യേണ്ടി വന്നു. അതൊരു അബദ്ധമായിട്ട് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. ഈ ഭൂമി നൽകിയത്, ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അച്ഛനാണല്ലോ, ഒരു ഫാദർ ആണല്ലോ ഈ ഭൂമി നൽകിയത്. ആ അച്ഛനെ പോലും ഇവര് വെറുതെ വിടുന്നില്ല. ഒരിക്കൽ രേണുസുധി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ കാടിനുള്ളിലാണ് ഈ ഭൂമി നൽകിയത്, അവിടോട്ട് ആരും അയൽവാസികൾ ആരുമില്ല, നടന്നു വേണം അങ്ങോട്ട് പോവാന്. ശരിക്കും ഈ അച്ഛനോട് ചോദിക്കാനുള്ളത്, ഒന്നുമില്ലാതിരുന്ന സുധിക്ക് ഒരു ടൗണില് ഒരു 2 ഏക്കറിനകത്ത് ഒരു ഫ്ലാറ്റ് കെട്ടി കൊടുക്കുകയായിരുന്നു ഈ അച്ഛൻ ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ